ഹെൽമെറ്റിനെ കുറിച്ചാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഹെൽമെറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്കും ഹെൽമെറ്റ് ഏത് സർട്ടിഫിക്കേഷനാണ് അല്ലെങ്കിൽ ഏത് ബ്രാൻഡാണ് എന്നുള്ളതല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓഫ് കോഴ്സ് അതൊരു ഫാക്ടറാണ്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹെൽമെറ്റിൻ്റെ ഫിറ്റ്മെൻ്റ് ആണ്. നമ്മുടെ തലയ്ക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഹെൽമെറ്റ് തന്നെ നമ്മൾ ചൂസ് ചെയ്യുക. സോ ഞാൻ ഹെൽമെറ്റ് വാങ്ങിച്ച ഒരു എക്സ്പീരിയൻസും എൻ്റെ കുറച്ച് അനുഭവങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് എന്ത് ടൈപ്പ് ഓഫ് ഹെൽമെറ്റാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. പലതരം ഹെൽമെറ്റ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഫുൾ ഫേസ് ഹെൽമെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഹാഫ് ഫേസ് ഹെൽമെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ചിലർ ഈ ഒരു ഏരിയയിൽ മാത്രം വന്നിട്ടൊരു സ്ട്രാപ്പ് വരുന്ന ടൈപ്പ് ഒരു ഹെൽമെറ്റ്, പിന്നെ മോട്ടോകോസ് ടൈപ്പ് ഹെൽമെറ്റ്, അതുപോലെ തന്നെ മോട്ടോകോസ് ടൈപ്പ് ആയാലും ഫുൾ ഫേസ് ഹെൽമെറ്റ് ആയാലും രണ്ട് ടൈപ്പിനും ഇതുപോലെ ഹാഫ് ഏരിയ നമുക്ക് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ അത് വെക്കാനും പറ്റുന്ന ടൈപ്പ് ഹെൽമെറ്റ്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഹെൽമെറ്റ് നമുക്ക് മാർക്കറ്റിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പ് ഹെൽമെറ്റ് വാങ്ങിക്കണം എന്നായിരിക്കും നമുക്ക് ഉണ്ടാകുന്ന ഫസ്റ്റ് ഒരു കൺസേൺ. അപ്പോൾ എൻ്റെ ഒരു സജഷൻ ഞാൻ പറയുന്നത് ബൈ ഓൺലി ഫുൾ ഫേസ് ഹെൽമെറ്റ്. നിങ്ങൾക്ക് സേഫ്റ്റി എന്നൊരു കാര്യം കൺസേൺ ഉണ്ടെങ്കിൽ ബൈ ഓൺലി ഫുൾ ഫേസ് ഹെൽമെറ്റ്. ആ ഒരു ഹെൽമെറ്റ് തരുന്ന പോലത്തെ സേഫ്റ്റി ഈ പറയുന്ന മറ്റൊരു ഹെൽമെറ്റുകളും തരില്ല. ഓക്കെ. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലുള്ള ഹാഫ് ഫേസ് ഹെൽമെറ്റ്സ് ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇപ്പോൾ കൂടുതലും ആൾക്കാർ ഇതിനെക്കുറിച്ച് കൺസേൺ ആണ്, അതുകൊണ്ട് റൈഡ് ചെയ്യുന്നവർ കൂടുതലും ഫുൾ ഫേസ് ഹെൽമെറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പില്ലിയൻ റൈഡറായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഗേൾഫ്രണ്ടോ വൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പില്ലിയനായിട്ട് കൊണ്ടുവന്ന സമയത്താണ് മിക്കപ്പോഴും യൂഷ്വലി ലേഡീസ് ഈ ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റാണ് വെക്കുന്നത്. കംഫർട്ടബിൾ ആണ്, മനസ്സിലാക്കാം. പക്ഷേ വീണിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ പോയതാണ്. നിങ്ങളുടെ കൂടെ വരുന്ന ആളെ സേഫായിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലുള്ളൊരു ഹെൽമെറ്റ് വെച്ച് കൊണ്ടുപോകരുത്. എപ്പോഴാണ് നമുക്കൊരു അപകടം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു പ്രിക്കോഷൻ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. എനിക്ക് എല്ലാവരോടും ഉള്ളൊരു റിക്വസ്റ്റാണ്, ഒരിക്കലും ഇതുപോലുള്ള ഹെൽമെറ്റ് നിങ്ങൾക്കറിയാവുന്ന ആർക്കും സജസ്റ്റും ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കാതെ ഇരിക്കുക.